മുഹറം 1 രാവിലോ പകലിലോ അറബിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതി അത് സൂക്ഷിച്ചാൽ അവനോ കുടുംബത്തിനോ ജീവിതകാലത്ത് ബുദ്ധിമുട്ടുകൾ വരികയില്ല എന്ന് കിതാബുകളിലൊക്കെ കാണാം. അപ്പോൾ ഈ അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടില്ല, ഉമർ ഖത്താബ് ചെയ്തിട്ടില്ല, ഖലഫാ റാഷിദീങ്ങൾ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ആകെയുള്ളത് ഈ 1151 മരിച്ച മുജറബാത്ത് ദൈരിമി എന്ന് പറഞ്ഞ കിതാബിലാണ്, ഒരു കിതാബിലാണ്. ഇനി ആ കിതാബിനെ സംബന്ധിച്ച് തന്നെ പണ്ഡിതന്മാരെന്താ പറഞ്ഞു വെച്ചാൽ ആ കിതാബ് സിഹിറിൻ്റെ അഥവാ വായിക്കാൻ പാടില്ലാത്ത കിതാബാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അയ്യാമുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ ദിവസം വരുന്നത് ആ മാസത്തിലാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൽ ശറഈയായ നിലക്ക്, മതപരമായ നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത് മുഹറം 9-നും 10-നും നോമ്പ് നോൽക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന മാസം മുഹറം മാസത്തിലാണ്. അള്ളാഹു ഏറെ പവിത്രമാക്കിയ ഈ മാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളൊക്കെ എടുത്തു നോക്കുമ്പോൾ വമ്പിച്ച രൂപത്തിലുള്ള ചില തെറ്റായ ധാരണകളും സമൂഹത്തിൽ അഴിച്ചുവിടുന്ന ആളുകളെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ മുഹറം മാസത്തിൻ്റെ പവിത്രത എന്ത് എന്ന് അറിഞ്ഞിരിക്കണം. ആ പവിത്രതകളും ശ്രേഷ്ഠതകളും നന്മകളും നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യമായി മുഹറം മാസത്തിൻ്റെ പവിത്രതയെ വിശദീകരിക്കാൻ ഷബീബ് സലാഹി അവർകളെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാണ് മുഹറം മാസം. 4 മാസങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയത്. ദുൽഖഅദ് മാസം, ദുൽഹജ്ജ് മാസം, അതിനെ തുടർന്ന് വരുന്ന മുഹറം, പിന്നീട് റജബ് മാസവുമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ തൊട്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങൾ 12 ആകുന്നു. അതിൽ 4 പരിശുദ്ധമായ മാസമാണ്. അതുകൊണ്ട് തന്നെ ആ 4 മാസങ്ങളിൽ യുദ്ധം ചെയ്യൽ ഹറാമാണ്. അന്ന് തെറ്റുകൾ ചെയ്യുന്നതിന് കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന വമ്പിച്ച പാതകമായി പരിഗണിക്കപ്പെടുന്ന സമയവുമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ അൽ മുഹറം. റമളാനിന് ശേഷം ഏറ്റവും അഫ്ളലായ നോമ്പ്, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലെ നോമ്പാകുന്നു എന്നാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മുഹറം മാസത്തെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തി പറഞ്ഞു എന്നത് ഈ മാസത്തിൻ്റെ ഫളിലിനെയാണ് അറിയിക്കുന്നത്. കാരണം അള്ളാഹുവിലേക്ക് ഒരു കാര്യത്തെ ചേർത്തി പറയുക എന്നത് നമ്മൾ അറിയാം, ബൈത്തുള്ള എന്ന് പറയാറുണ്ട് പള്ളിക്ക്. അതുപോലെ തന്നെ ഇബാദുർ റഹ്മാൻ എന്ന് അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി കൊണ്ടെടുത്തു പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതിന് അതിന് പ്രത്യേക മഹത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ മാസത്തിൽ അയ്യാമുള്ള അള്ളാഹുവിൻ്റെ ദിനം എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച, അഥവാ സൂറത്ത് ഇബ്രാഹിമിലാണ് ആ പ്രയോഗം വന്നിട്ടുള്ളത്. വലഖദ് അർസൽനാ മൂസ ബി ആയാതിന അൻ അഖ്രിജ് ഖൗമക് മിനദ്ദുലുമാതി ഇലന്നൂർ വദക്കിർഹും ബി അയ്യാമില്ലാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ എന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 5-ാമത്തെ ആയത്തിൽ കാണാം. മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് എന്തിന് എന്നാണ് ആദ്യം പറഞ്ഞത്. മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം പറയാം വദക്കിർഹും, അവരെ അങ്ങ് ഓർമ്മപ്പെടുത്തുക ബി അയ്യാമില്ല, അള്ളാഹുവിൻ്റെ ദിനങ്ങളെ തൊട്ട്. അവിടെ അയ്യാമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളെന്നാണ്. അപ്പോൾ ഇബ്നു കസീർ റഹിമഹുള്ളൊക്കെ പറയുന്നത് കാണാം ബിനിഅമില്ലാഹി തബാറക വ തആല. അപ്പോൾ ഏതാണ് അയ്യാമുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയ്യാമുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹറമിലെ 10-ാമത്തെ ദിവസം, നമ്മൾ സാധാരണ ആഷുറ എന്ന് പറയുന്ന ആ 10-ാമത്തെ ദിവസത്തെയാണ്. അതിനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തെ ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തി ഫിർഔനിനെ സമുദ്രത്തിൽ മുക്കി
നശിപ്പിച്ച ഫിർഔനിനെയും അവൻ്റെ സൈന്യത്തെയും ഒക്കെ സമുദ്രത്തിൽ മുക്കി നശിപ്പിച്ചത് ഈ ദിവസമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാം അതിൻ്റെ ശുക്ർ എന്നോണം മുഹറം 10 നോമ്പനുഷ്ഠിച്ചിരുന്നു. മാത്രവുമല്ല മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു പോന്നിരുന്ന വിശ്വാസികളും ആ മുഹറം 10 പ്രത്യേകമായി നോമ്പനുഷ്ഠിച്ചത് സ്ഥിരപ്പെട്ട് വന്ന സംഭവങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർ മുഹറം മാസത്തിൽ പ്രത്യേകിച്ചും ഈ 10ാമത്തെ ദിവസം നോമ്പ് നോൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് അവരോട് മാ ഹാദ എന്ന് ചോദിച്ചു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഹാദ യൗമുൻ സ്വാലിഹ്, ഹാദ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രാഈല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ. ഇന്ന് ഒരു വിശിഷ്ടമായ ദിവസമാണ്. ഈ വിശിഷ്ടമായ ദിവസത്തിൻ്റെ പ്രത്യേകത മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേലികളെയും അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ശത്രുവായിട്ടുള്ള ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് മൂസ നോമ്പ് നോറ്റു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബി മൂസ മിൻകും, മൂസാ നബി അലൈഹിസ്സലാമിനോട് നിങ്ങളെക്കാൾ അടുത്തു നിൽക്കുന്ന ബാധ്യതയുള്ള ആൾ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പ് മറ്റുള്ള ആളുകളോട് വിശ്വാസികളോടും നോൽക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പ്രത്യേകമായി കൊണ്ട് നോമ്പ് നോൽക്കാൻ തന്നെ പറഞ്ഞു. ഫഖാലു ലി അസ്ഹാബിഹി അൻതും അഹഖു ബി മൂസ മിൻഹും ഫസൂമു, നിങ്ങൾ ആണ് മൂസാ നബിയിലേക്ക് അവരെക്കാൾ അർഹതയുള്ളവർ. മൂസാ നബിയെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരൊക്കെ നിങ്ങളായതുകൊണ്ട് തന്നെ മൂസാ നബിയെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ അവരെക്കാൾ കൂടുതൽ അർഹരായിട്ടുള്ള നിങ്ങളാണ്. അതുകൊണ്ട് ഫസൂമു, നിങ്ങൾ നോമ്പ് നോൽക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേക പരിഗണനയുള്ള മാസമാണ് മുഹറം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത് അള്ളാഹു അനുഗ്രഹിച്ച ദിനമായ മുഹറത്തിൻ്റെ 10ാമത്തെ ദിവസം, ആ ദിവസം ഇതിലാണ് കടന്നു വരുന്നത്. അന്ന് പ്രത്യേകം നോമ്പ് നോൽക്കലും സുന്നത്താണ്. മാത്രമല്ല ഈ ഒരു സുന്നത്ത് നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്ന ഹദീസിൽ കാണാൻ പറ്റും, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നതാണ്. പാപങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ പാപങ്ങളാണ്. വൻപാപങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നത് അനിവാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ധാരാളം ചെറിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ആ ഒരു വർഷത്തെ പാപങ്ങളാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരിക എന്നതാണ്. ഇപ്പോൾ ഈ ഹദീസിൽ കാണാൻ കഴിയും, കഴിഞ്ഞൊരു വർഷത്തെ എന്ന് പറയുമ്പോൾ ഇമാം നവവി റഹിമഹുല്ല വിശദീകരിക്കുന്നിടത്ത് കാണാം കുല്ലു ദുനൂബി അസ്സഗായിർ, എല്ലാ ചെറിയ പാപങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നത് കാണാൻ കഴിയും, തക്ഫിറു ത്വഹാറത്തി വസ്വലാത്തി വസിയാമി റമദാന വ അറഫത്ത വ അഷുറ ലിസ്സഗായിരി ഫഖത്ത്. അതായത് നമ്മൾ ഒളു ഉണ്ടാക്കുന്ന സമയത്ത് പാപങ്ങൾ പൊറുക്കും തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു നിസ്കാരം മുതൽ മറ്റൊരു നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള സമയം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സമയമാണെന്ന് പറഞ്ഞു. ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെ പാപമോചനത്തിൻ്റെ സമയമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അറഫ ദിനത്തിൽ അല്ലെങ്കിൽ അറഫ നോമ്പ് നോൽക്കുന്ന സമയം കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. ആഷുറായിൻ്റെത് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞതൊക്കെ അത് സആയിറിനെ കുറിച്ചാണ്, ചെറിയ പാപങ്ങളെക്കുറിച്ചാണ് എന്ന് പ്രത്യേകമായിക്കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നതായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫത്താവയിലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ള സമയമാണ്, മാസമാണ്. അതിൽ ആ രൂപത്തിലുള്ള ദിവസങ്ങളും കടന്നു വരുന്നുണ്ട്. പിന്നീട് മാത്രമല്ല, ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിൽ തന്നെ ഇതിന് വലിയ മഹത്വമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ നിന്നും വഹി വരുന്നതിന് മുമ്പ് തന്നെ മക്കയിലുണ്ടായിരുന്ന ആളുകൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരു നോമ്പായിരുന്നു മുഹറം 10 നോമ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇസ്മായിലി പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒരു നബിയും വന്നിട്ടില്ല. ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിൽ ആകെ വന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മതം, അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചൊരു മതം വിശ്വാസമുണ്ട്. ആ വിശ്വാസമായിരുന്നു അറബികളിൽ ഉണ്ടായിരുന്നത് പൊതുവെ. പിന്നീട് അംറുബിൻ ലുഹയ്യിനെ പോലെയുള്ള ആളുകൾ കടന്നു വന്ന് വിഗ്രഹാരാധനയും മറ്റും കൊണ്ടുവന്നു എന്ന് കഴിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി അവർ ഇബ്രാഹിമി മില്ലത്തിനെ അംഗീകരിച്ചവരായിരുന്നു. ആ ഇബ്രാഹിമി മില്ലത്തിലേക്ക് വെള്ളം ചേർത്ത് പലതും അതിൽ കൊണ്ടുവന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ആ ഇബ്രാഹിമി മില്ലത്തിലെ അസലിൽ അഥവാ അടിസ്ഥാനപരമായ പല വിശ്വാസങ്ങളും അവരിൽ ബാക്കിയുണ്ടായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലും. ആ നിലക്ക് തന്നെ അന്നും നിലനിന്നിരുന്ന കാര്യമാണ് ആഷുറ അഥവാ മുഹറം 10 അന്നത്തെ നോമ്പ്. അതുകൊണ്ട് തന്നെ റമദാൻ നോമ്പ് റസൂലുള്ളാഹിക്ക് നിർബന്ധമാക്കുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങൾ ഒരു നിർബന്ധ രൂപത്തിൽ തന്നെ നോറ്റു പോകുന്ന നോമ്പായിരുന്നു മുഹറം 10 നോമ്പ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മദീനയിൽ വന്നപ്പോൾ യഹൂദികളും അതിനെ ആദരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നസാറാക്കളുടെ ഭാഗത്തു നിന്നുള്ള വേറെയും ചില റിപ്പോർട്ടുകളൊക്കെ കാണും. ഏതായിരുന്നാലും സഹാബത്തിനോട് ഇത് പറഞ്ഞപ്പോൾ മദീനയിൽ വന്ന് പ്രത്യേകമായി നോമ്പ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, അത് സഹാബത്ത് നബിയോട് പറഞ്ഞു, നബിയെ ജൂതന്മാർ ആദരിക്കുന്ന ദിവസമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഞാൻ 9 നോൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മുഹറം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാസമാണ്, അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ചേർത്തി പറഞ്ഞ മാസമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അയ്യാമുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ ദിവസം വരുന്നത് ആ മാസത്തിലാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൽ ശറഈയായ നിലക്ക് മതപരമായ നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത് മുഹറം 9-നും 10-നും നോമ്പ് നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ചെറിയൊരു കാര്യം കൂടി കൂട്ടി പറയാനുള്ളത്, ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയും, ഇപ്പോൾ ഇപ്രാവശ്യത്തെ മുഹറം 10 എന്നുള്ള വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച നോമ്പ് നിൽക്കാൻ പാടില്ല, ശനിയാഴ്ച നോമ്പ് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി വരാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സുന്നത്തായ നോമ്പ് അഥവാ കാരണങ്ങളൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് സുന്നത്തുകൾ നോക്കാം. അങ്ങനത്തെ കാരണങ്ങളൊന്നും ഇല്ലാത്തൊരു സുന്നത്ത് നോമ്പാണെങ്കിൽ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നിൽക്കാൻ പറ്റില്ല, ശനിയാഴ്ച മാത്രമായിക്കൊണ്ട് അങ്ങനത്തെ കാരണങ്ങളൊന്നും ഇല്ലാത്ത സുന്നത്തുകൾ നോൽക്കാൻ പറ്റില്ല. എന്നാൽ ഈ പറഞ്ഞ ആഷുറയോ അല്ലെങ്കിൽ അറഫ നോമ്പോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള താസുഅോ ഒക്കെ വരികയാണെങ്കിൽ അത് ശനിയാഴ്ച നോൽക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് ഇമാം തഹാവി റഹിമഹുല്ല തന്നെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം ബഹൂത്തി റഹിമഹുല്ല ആ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നതൊക്കെ കാണാം. അപ്പോൾ ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ ഖില്ലത്തുൽ ഇൽമ, അറിവിൻ്റെ കുറവ് കാരണത്താൽ ഒരു ഹദീസ് കാണുമ്പോൾ അതിൻ്റെ അങ്ങേപ്പുറവും ഇങ്ങേപ്പുറവും ഒന്നും നോക്കാതെ പലപ്പോഴും ഈ രൂപത്തിൽ പറയുന്നത് കാണാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫളിൽ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച, അതുപോലെ തന്നെ വ്യാഴാഴ്ച 9-ൻ്റെ അന്ന് നമ്മൾ നോമ്പ് നിൽക്കുക, അടുത്ത വെള്ളിയാഴ്ച, നാളല്ല അടുത്ത വെള്ളിയാഴ്ച അന്ന് അതും നമ്മൾ ഈ മുഹറം 10-ൻ്റെ നോമ്പ് നോൽക്കുമ്പോൾ മുഹറത്തിൽ നമുക്ക് അള്ളാഹുവിനോട് ചെയ്യാനുള്ള ഒരു ശുക്രിനുള്ള അവസരം എന്ന നിലക്ക് തന്നെ നമുക്കത് വിനിയോഗിക്കാൻ കഴിയുമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇവിടെ മുഹറം എന്നത് പവിത്രമായ മാസമാണെന്നും ആ പവിത്രമായ മാസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട ഒരു ഇബാദത്ത് മുഹറം 10-ൻ്റെ അന്നുള്ള നോമ്പും 9-ന് പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിർവഹിക്കും എന്ന് പറഞ്ഞ ആ ഒരു നോമ്പും, ഈ നോമ്പ് എന്നത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികമായി പ്രതിഫലം നൽകുന്ന, അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്നെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ പവിത്രമായി കാണുവാനും ആ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാസത്തിൽ നിലകൊള്ളുവാനും അതോടൊപ്പം പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഈ നോമ്പ് അനുഷ്ഠിക്കുവാനും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ചേർത്തു പറയാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ ഇത്തരം പവിത്രമാക്കപ്പെട്ടതോ അള്ളാഹു ഫضല് നൽകിയതോ പ്രത്യേകതയുള്ളതോ ആയ മാസങ്ങളെയോ ദിവസങ്ങളെയോ അതിൻ്റെ നേരായ വഴിയിൽ നിന്ന് തെറ്റിച്ച് പുത്തൻ ആശയങ്ങളും ആചാരങ്ങളും കടത്തിക്കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം. അത്തരത്തിലൊരു വീഡിയോ കണ്ടതിന് ശേഷം വിശദീകരിക്കാം.
ഇന്ന് രാത്രിയും നാളെ പകലിലും മാത്രം കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യം പറഞ്ഞു തരട്ടെ. മുഹറം 1 രാവിലോ പകലിലോ അറബിയില് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതി അത് സൂക്ഷിച്ചാൽ അവനോ കുടുംബത്തിനോ ജീവിതകാലത്ത് ബുദ്ധിമുട്ടുകൾ വരികയില്ല എന്ന് കിതാബുകളിലൊക്കെ കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ളക്കടലാസിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഈ കാണുന്ന പോലെ ഫത്തുഹും കസറൊന്നും ഇടാതെ ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതുക. മൊത്തം 113 പ്രാവശ്യം എഴുതണം. എഴുതിയ ശേഷം അത് മടക്കി പേഴ്സിലോ മറ്റോ സൂക്ഷിച്ചു വെക്കുക. വിശ്വാസത്തോടു കൂടെ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം കാണും. ധാരാളം ആരിഫീങ്ങളും ഔലിയാക്കളും പറഞ്ഞ ഒന്നാണിത്. ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പാടില്ല, ദുരിതങ്ങൾ മാറിക്കിട്ടണം എന്നുള്ളത്. അത്തരം പ്രയാസങ്ങളിൽ കഴിയുന്നവർ അതിൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങളിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് മുമ്പിൽ ഈ വീഡിയോ പോകുമ്പോൾ സ്വാഭാവികമായും അവരെല്ലാം അന്ധമായി വിശ്വസിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു വെള്ള ഡ്രസ്സും ഇട്ട് തൊപ്പിയും വെച്ച് ഇത്തരം കാര്യങ്ങൾ ഒരു അറബിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ദീനാകും എന്ന് വിചാരിച്ച സാധാരണക്കാരായ ചില ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കിടയിൽ ഈ സംസാരം വ്യാപകമായി എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ നമുക്കിതിൻ്റെ പ്രാമാണികമായ വിശദീകരണം അറിയേണ്ടതുണ്ട്. അതിനെ വിശദീകരിക്കുന്നത് ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞ കാര്യം, മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസത്തിൽ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നത് മുറിച്ച് ഓരോ അക്ഷരങ്ങളാക്കി 113 തവണ എഴുതി അത് പേപ്പറിൽ എഴുതി അടുക്കൽ സൂക്ഷിക്കുക എങ്കിൽ ജീവിതകാലം മുഴുവനും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വരികയില്ല എന്നുള്ളതാണ്. അയാൾക്ക് മാത്രമല്ല അയാളുടെ കുടുംബത്തിനും അതെ എന്നത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോകളൊക്കെ ചെയ്ത് ഇത് കാണുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം ദീനിനെ ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ മാ ഖാല അല്ലാഹു ഖാല റസൂൽ, അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ചതാണ് ദീൻ എന്ന് പറഞ്ഞത്. വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇവിടെ ഇദ്ദേഹം ഇത് ചെയ്യാൻ, ഈ ഒരു ബർക്കത്ത് ജീവിതകാലം മുഴുവൻ കിട്ടാൻ ഒരുപാട് നിബന്ധനകൾ പറയുന്നുണ്ട്. 113 ആവണം, 112 ആകാൻ പാടില്ല, 114 ആകാൻ പാടില്ല. അപ്പം അതിൻ്റെ ബർക്കത്ത് പോയി. 113 എന്ന എണ്ണം ആരാണ് ഇയാളോട് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഖുർആനിലുണ്ടോ, പ്രവാചകൻ്റെ ഹദീസിലുണ്ടോ? പിന്നെ അത് പറയുന്നതോടൊപ്പം ഒരു കടലാസിൽ എഴുതണം. ആ എഴുതുന്ന രീതി എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ഹഫിലുള്ള, അതല്ലെങ്കിൽ അറബി ഭാഷ കൈകാര്യം ചെയ്യുന്ന അറബികൾ എഴുതുന്ന പോലെയല്ല, ഒക്കെ വേറെ അക്ഷരങ്ങൾ എഴുതണം. ഇങ്ങനെ മുറിച്ച് എഴുതുന്ന രീതി ഇസ്ലാമിൽ പ്രമാണങ്ങൾ എഴുതിയെടുത്തുണ്ടോ, ഖുർആൻ ഹദീസിലുണ്ടോ? എവിടെയില്ല. പിന്നെ ഇത് ആരാണ് പഠിപ്പിച്ചത്? ഇത് പഠിപ്പിച്ചത് ആരിഫീങ്ങളും ആലിമീങ്ങളൊക്കെ പറഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൻ്റെ ടെക്സ്റ്റ് അവിടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അധികം അത് ബ്ലിങ്ക് ചെയ്ത് പോകണുള്ളൂ. കാരണം ഞാൻ അത് പണ്ടാരെയും വായിച്ചിട്ടിഞ്ഞ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ വിചാരിച്ചത് സഹീൽ ബുഖാരിയോ സഹീഹ് മുസ്ലിമോ, അതല്ലെങ്കിൽ ഇമാം ഷാഫിൻ്റെ ഏതെങ്കിലും കിതാബോ, അല്ലെങ്കിൽ ഇമാം നവവിയുടെ കിതാബോ, ഇനി വേണ്ട ഇമാം ഹറമൈൻ്റെ കിതാബോ, എന്നാൽ ലോകത്തറിയപ്പെട്ട ഷാഫി മദ്ഹബിൽ തന്നെ അതിപ്രശസ്തരായ പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷാഫി ഉണ്ട്, മുഹദ്ദിസീങ്ങളുണ്ട്. അപ്പോൾ ആ ആളുകളുടെ കിതാബൊന്നുമല്ല. പിന്നെ മുജറബാത്ത് ദൈരമി എന്ന് പറയുന്ന ഒരാളുടെ കിതാബാണ്. അതായത് ദൈരമിയുടെ മുജറബാത്തുകൾ. ദൈരമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ, അയാൾ പണ്ഡിതനാണോ അല്ല എന്നുള്ളത് വേറെ വിഷയം, അയാളുടെ ചില അനുഭവങ്ങളാണ്. അദ്ദേഹം 1151, ഈ അടുത്ത കാലഘട്ടത്തിൽ മരിച്ച 300-400 വർഷം മുമ്പുള്ള ആളാണ്. അല്ലാതെ റസൂലുള്ളാഹിൻ്റെ സഹാബത്തോ താബികളുടെ കാലത്തോ ഈ മമ്മിയുടെ കാലത്തോ എന്നുള്ളതല്ല. അപ്പം അതിൽ ഇദ്ദേഹം പറയുന്ന ഒരു വാചകം, ഇയാൾ പറയുന്ന ഒരു വാചകമുണ്ട്. അപ്പോൾ അതാണ് അവർക്ക് തെളിവ് എന്ന് പറഞ്ഞാൽ, അറബി ഭാഷയിൽ വലതു ഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തേക്ക് എഴുതപ്പെട്ടതെല്ലാം ദീനായിക്കൊണ്ട് ആളുകളെ വിശ്വസിപ്പിച്ച് അതിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഫضل പറയാം.
നേരത്തെ ഇവിടെ സബീസലായി മുഹറം മാസത്തിലുള്ള ഒരുപാട് ഫضൽ ഏതെങ്കിലും ഒരു മുസ്ലിയാർ നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഈ പിന്നെ മുഹറം 9-നും 10-നും നോമ്പിട്ടിട്ടോ മുമ്മിനിങ്ങളത് കളയരുതിട്ടോ അതിൻ്റെ ഫضൽ ഇങ്ങനെ ഉണ്ടിട്ടോ മുഹറം മാസം അശ്ഹുറുൽപ്പെട്ടതാണ്, ഇതൊന്നും പറയില്ല. ഈ ഇല്ലാത്തത് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഈ മുസ്ലിയാക്കന്മാർക്ക് മുഴുവനുള്ളത്. ഇനി മാത്രമല്ല ഇതിൻ്റെ പിന്നെ ഈ ബിസ്മിയുടെ ഫضൽ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ മുജറബാത്ത് തെരുവിൽ കാണാം 625 തവണ എഴുതി വെച്ചാൽ ദേ ഫضൽ കിട്ടുന്നു, ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു 113, അവിടെ പറഞ്ഞു 625. ഇങ്ങനെ വേറെ ഇതിപ്പോൾ ബിസ്മിൻ്റെ മഹത്വം, ഇനി അൽഹംദുലില്ലാ മഹത്വം വേറെ, ഇങ്ങനെ പറഞ്ഞ് എല്ലാം എന്താ വെച്ചാൽ പരലോകത്ത് രക്ഷ സ്വർഗം കിട്ടുന്നല്ല, കൂലി കിട്ടുന്നല്ല, ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ദീൻ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം എടുത്ത് വെക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തെ അവസാനം ബിസ്മിൻ്റെ ബർക്കത്താണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമായ വാക്യം നമ്മൾ പഠിപ്പിച്ചത് ആരാണ്? മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇങ്ങനെ ഒരു ഫضൽ അറിയുമായിരുന്നെങ്കിൽ, കാരണം ഇതല്ലേ പ്രവാചകൻ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണ്ടേ. കാരണം ഈ ജീവിത കാലഘട്ടത്തിലൊരു വിശ്വാസിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നുള്ളൊരു സംഗതി ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെക്കോ? ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞല്ലേ. മാത്രമല്ല വിശ്വാസികളെ സംബന്ധിച്ച് ഹദീസുൻ അലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും നന്മ വരാൻ ആഗ്രഹിക്കുന്ന പ്രവാചകനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം റസൂലുള്ളാഹിക്ക് ഏതായാലും എഴുതാൻ അറിയില്ല. വലാ തഖുത്തു ബിയമീനിക, നബി ചെയ്തിട്ടില്ല. എന്നാൽ എഴുത്തറിയുന്ന അബൂബക്കർ സിദ്ദീഖിനോടോ മുആവിയ റളിയല്ലാഹുവിനോടോ ഇബ്നു അബ്ബാസ് ഓരോടോ എഴുതാൻ പറഞ്ഞോ? അതുമില്ല. അപ്പോൾ ഈ അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടില്ല, ഉമറുൽ ഖത്താബ് ചെയ്തിട്ടില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ആകെയുള്ളത് ഈ 1151 മരിച്ച മുജറബാത്ത് ദൈരിമി എന്ന് പറഞ്ഞ കിതാബിനാണ്, ഒരു പിന്നെ കിതാബിലാണ്. ഇനി ആ കിതാബിനെ സംബന്ധിച്ച് തന്നെ പണ്ഡിതന്മാരെന്താ പറഞ്ഞു വെച്ചാൽ ആ കിതാബ് സിഹിറിൻ്റെ അഥവാ പിന്നെ വായിക്കാൻ പാടില്ലാത്ത കിതാബാണ്. ലജ്നത്ത് ദായിമയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ച 3 കിതാബിനെ പറ്റി ചോദിക്കാം. yani പിന്നെ കുത്തൈബാത്ത് ഹിർസു ജൂഷൻ, അതുപോലെ തന്നെ മുജറബാത്ത് ദൈരിബി അസ്മാ ഹിൽബദർ, ഈ കിതാബ് വായിക്കാം. ഫമാ ഹുക്കും ഖിറാഅത്തിഹ വൽ അമൽ ബിഹ വമാ ഹിയ നസീഹത്തുക്കും ലിമൻ യുസിറു അല തആമുലി മഅഹ. അപ്പോൾ എന്താ ലജ്നത്ത് ദായിമ കത്ത് കൊടുത്ത് بعد اطلاع اللجنة على كتب المذكورة وجد أنها تحتوي على شركيات وأدعية مبتدعة وطلاسم والتوسل بالصالحين وعلى هذا فهي كتب لا يجوز اقتناؤها ولا العمل بما فيها. പണ്ഡിതന്മാർ വേറുള്ള അഹ്ലുസുന്നൻ്റെ പണ്ഡിതന്മാർ കൊടുത്തതെന്ന് വെച്ചാൽ അങ്ങനത്തെ കിതാബിനെ വായിക്കാൻ പാടില്ല. അത് ധൈര്യമിൻ്റെ ഈ മുജറബാത്ത് എന്ന് പറഞ്ഞ കിതാബ് അത് സിഹിറിൻ്റെ അത് ഈ പോലെയുള്ള ഖുറാനെയും സുന്നത്തിനെയും ഇത്തരം അക്കങ്ങളിൽ പരിമിതപ്പെടുത്തി അത് മുജറബാത്താണെന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന കിതാബാണ്. അതുകൊണ്ട് വായിക്കാൻ തന്നെ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രമല്ല, ഇങ്ങനെയാണ് ബിദഅത്തുകൾ കടന്നു വരിക. ഒരായത്തെടുത്തിട്ട് അതിന് അള്ളാഹുവും റസൂലും പറയാത്ത ഫവായിദുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സിറുൽ അജീബ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്ന് നിന്ന് അല്ലെങ്കിൽ തുടങ്ങിയൊന്നുമല്ല, ഇത് ഇവരെ സ്ഥിര ഏർപ്പാടാണ്. ദീനുള്ളത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കില്ല. ദീൻ എത്ര സുന്ദരമാണ്, എത്ര ലളിതമാണ്. ആ ദീനുള്ളത് പഠിപ്പിച്ചു കൊടുക്കാത്ത ഇല്ലാത്തത് പിന്നെ ഉണ്ടാക്കിയിട്ട് ഈ ബിദഅത്തും ഖുറാഫാത്തും പഠിപ്പിക്കലല്ലാതെ ഒരു ദീന് പഠിപ്പിക്കുന്ന രീതി മുസ്ലിയാക്കന്മാർക്കുണ്ടോ? എൻ്റെ കയ്യിൽ സിറുൽ അജീബ് എന്ന് പറഞ്ഞാൽ ഇസ്മി ചികിത്സ, ഇതൊരു വലിയ താടി വെച്ച് വലിയ തലകെട്ടുള്ള മുസ്തഫ ബാക്കഫി ഈങ്ങാപ്പോയി എന്ന് പറഞ്ഞ ചങ്ങായി എഴുതിയാണ്. ഇതിൽ ഫുള്ള് ഇതുപോലത്തെ ഇയാൾ നേരത്തെ പറഞ്ഞാൽ 113 എന്ന് പറഞ്ഞ അക്കം കൊണ്ടുള്ള കളിയാണ്. ഇതിൽ പിന്നെ ഫുള്ള് പിന്നെ ഇതൊക്കെ കാണാം. ഈ ചികിത്സയുടെ ഫലസിദ്ധിക്ക് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഗുരുസമ്മതം ഇജാസത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഇജാസത്തോട് ചികിത്സിക്കാനുള്ള ഇതിൽ ഫുള്ള് കള്ളിയ മഞ്ചിലകൾ, മീനം, മേടം, എടവോ, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനും, മകരം. അപ്പോൾ തന്നെ മനസ്സിലാകാറ് അത് ഇവിടുന്ന് കിട്ടിയെന്ന്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞെന്താ വെച്ചരുതാ ശത്രുവിൻ്റെയും മേലുദ്യോഗസ്ഥൻ്റെയും ഉപദ്രവം തടയാൻ. അപ്പോൾ ഇതിൽ പറഞ്ഞ ജീവിതകാലം മുഴുവൻ സൗഖ്യം ലഭിക്കാനും ബിസ്മി എന്ത് ചെയ്യുക എഴുതിക്കട്ടെ. ഇതിൽ പറഞ്ഞത് യാ നാഫിഉ യാ മാനിഉ, ഇത് 362 തവണ എന്ത് ചെയ്യുക പിന്നെ ചെല്ലണം. എന്നിട്ട് സെയ്ത്തൂൻ്റെ തൊലിയിൽ പൊതിഞ്ഞ് ബുഖൂർ പുകച്ച് തൗക്കീലിന് ശേഷം പൊതിഞ്ഞ് ചുമക്കുക. എന്നാൽ എന്ത് ചെയ്യും? ശത്രുവിൻ്റെ ഉപദ്രവം. ഇനി കള്ളന്മാരെ ശല്യം, യാ സലാം യാ മുഅ്മിൻ,
267 തവണ. എണ്ണക്കാരെ ചെയ്ത്താൻ തന്നെ പറഞ്ഞു തയ്ക്കാർ, അള്ളി റസൂലും പറഞ്ഞില്ല. ഇനി ജനപ്രീതി നേടാൻ യാ ലാഹിറു യാ ബാത്തിനു, കുടുംബകലഹം മാറാൻ യാ അസീസു യാ വദൂദു, പിണങ്ങിയ ഭാര്യയെ ഇഷ്ടപ്പെടാൻ യാ കബീറു യാ ജലീലു 305 വട്ടം. പറയുന്ന കാര്യങ്ങൾ അനുയായികൾ അംഗീകരിക്കാൻ യാ ഷദീദു യാ ജബ്ബാറു 524 വട്ടം. ഇങ്ങനെയാണ് വായിക്കാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് ഇതിൽ എഴുതി വിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതാണ് ഇവരുടെ രീതി. ഈ മാത്രമല്ല, ഈ നേരത്തെ ഇപ്പോൾ ഇയാൾ പറഞ്ഞ പിന്നെ ബിസ്മില്ല എഴുതുന്ന രീതിയൊക്കെ ഇതുണ്ട്. ഓരോ അക്ഷരങ്ങളും മുറിച്ച് എഴുതിയിട്ട് ഇതാ പിന്നെ കാവലിന് യാ ഹയ്യു യാ ഖയ്യൂം യാ അവ്വലു യാ ആഖിറു യാ ഹലീം ഇവിടെ എഴുതേണ്ട രീതിയുണ്ട്. ഹാവ് ഇങ്ങനെ ഓരോ അക്ഷരം. മക്കളെ ഐശ്വര്യത്തിന്, കീഴ് ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ, കുടുംബത്തിലെ കലഹം തീർക്കാൻ, ശത്രുവിനെ ഭയപ്പെടുത്താൻ, പ്രേമകല്യാണം തടയാൻ, ഇങ്ങനെ ഈ ചികിത്സകളും അതുപോലെ തന്നെ ഈ തട്ടിപ്പുകളുമല്ലാതെ യഥാർത്ഥത്തിൽ ഈ ആളുകളെ സംബന്ധിച്ച് ദീൻ എന്ന് പറയുന്നത് ഇവർക്കില്ല. അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ മുസ്ലിയാക്കന്മാരെ ആരിഫീങ്ങളെയും ഒന്നും ആവശ്യപ്പെടില്ല. അള്ളാഹിൻ്റെ ദീൻ അള്ളാഹ് പൂർത്തിയാക്കി, അല്ലു മക്കുമലത്തിലേക്കും ദീനക്കും വത്മത്തു അലേക്കും. മാത്രമല്ല, ആ പൂർത്തിയാക്കപ്പെട്ട ദീനിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ മുസ്ലിയാക്കന്മാരെ തലയെക്കെട്ട് കെട്ടിക്കണ്ട് വരും, ഇതൊരു ദീനെന്ന് പറയും, എല്ലാവരോടും ഷെയർ ചെയ്തോളെന്ന് പറയും. അങ്ങനെ പ്രവാചകൻ അംഗത്തരക്കാർ ഗവൺമെൻറ് ഹദത്ത് ഫി അംബ്രിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആ ഫഹുവ റദ്ദുൻ എന്ന് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ആ കൊണ്ടുവന്ന ബിദഅത്തിനെയും തള്ളണം, കൊണ്ടുവന്നവനെയും തള്ളണം. അപ്പം അതുകൊണ്ട് അത് ഷെയർ ചെയ്യല്ല വേണ്ടത്, ബ്ലോക്ക് ചെയ്യാണ് വേണ്ടത്. മാത്രമല്ല, ഈ ഇമ്മാര് മുസ്ലിയാക്കന്മാരെ ആളുകൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം എന്നാണ് വിഷയത്തിൽ പറയുന്നത്. അതല്ലാതെ ഇനിയിപ്പോൾ ഇത് പറയുന്നത് കണ്ടോ, ബിസ്മിൻ്റെ ബർക്കത്ത് നിഷേധിച്ച്. ബിസ്മിൻ്റെ ബർക്കത്ത് ഉണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ബർക്കത്തിൻ്റെ കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കും ബിസ്മില്ലണം, അതുപോലെ തന്നെ വീട്ടുകാരും ബിസ്മില്ലണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ബിസ്മില്ലണം. അതിങ്ങനെ പിന്നെ ഏലസ് കെട്ടിടം കൊണ്ട് കെട്ടി മുറുക്കി ഉണ്ടാക്കേണ്ടതല്ല. അത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ബർക്കത്ത്. വാതിലടക്കുമ്പോൾ ബിസ്മില്ല പറയാം, ശൈത്താൻ കയറില്ല. അപ്പോൾ ഈ ഒരു ഉള്ളതിന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് മുസ്ലിയാക്കന്മാരുടെ ദയവ് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. ഇല്ലാത്തത് ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കി ഈ ദീനിനെ വഷളാക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അവസാനിപ്പിക്കണം എന്നാണ് ഇത്തരം യൂട്യൂബർമാരായിട്ട് വരുന്ന മുസ്ലിയാക്കന്മാരോടും പറയാനുള്ളത്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇവിടെ ഉസ്താദ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തു നിന്നാണ് എനിക്ക് ആരംഭിക്കാനുള്ളത്. ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഇസ്ലാമിൽ പുണ്യമായതും നന്മയായതുമായ ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന, നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കുന്നതായ, അല്ലെങ്കിൽ നരകത്തിലേക്ക് ആപതിക്കുന്ന തിന്മകളെക്കുറിച്ചും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീനിൽ ഇസ്ലാമിൽ ഒന്നും കടത്തിക്കൂട്ടേണ്ടതോ പുതുതായി ഒന്നുണ്ടാക്കേണ്ടതോ ഒരു പുണ്യമുള്ള കാര്യമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പുതുതായി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരലോകത്ത് വിജയിക്കാൻ സാധിക്കും. അതല്ലാതെ പ്രവാചകൻ പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ ഒരു സൈഡിൽ മാറ്റിവെച്ചിട്ട് ഇത്തരം പുത്തൻ ആചാരങ്ങളും പുത്തൻ പ്രവർത്തനങ്ങളെയും സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് നഷ്ടമാകും എന്നത് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.